എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമ്മുടെ വീടുകളിലും നാടുകളിലും ലോകത്തെങ്ങും ഉള്ള മലയാളികളൊക്കെ കേട്ട് കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് നമ്മുടെ അർജുൻ്റെ, അതായത് കോഴിക്കോട് സ്വദേശിയായ അർജുൻ സഹോദരനെ കാണാതായിട്ട് ഇന്നത്തേക്ക് 9 ദിവസത്തോളമായി. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത്, അതായത് ഒരു പ്രാർത്ഥന, അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ യൂണിവേഴ്സ്, ഈ ഒരു പ്രപഞ്ചശക്തി നമ്മുടെ ആരുടെയെങ്കിലും ഒരാളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പ്രാർത്ഥന നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് സമയം ഇച്ചിരി നേരം അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിക്കാം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി, കുടുംബത്തിന് എന്തവസ്ഥയിലാണ് അദ്ദേഹത്തെ കിട്ടിയാലും അത് താങ്ങാനുള്ളൊരു ക്ഷമ, ഒരു സമാധാനം ആ ഒരു കുടുംബത്തിന് ലഭിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് സമയം നമ്മൾ ഇദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുക. നമുക്കറിയാം, ലോകത്തുള്ള എല്ലാ മലയാളികളോടും മനസ്സ് നിറയെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹത്തെ കിട്ടാന്നുള്ളത്. ഒരു മിറാക്കിൾ സംഭവിച്ചാലും ഒരു അത്ഭുതം സംഭവിച്ചാലും വേണ്ടില്ല, ഇദ്ദേഹത്തെ ഒന്ന് ജീവനോടെ കിട്ടാൻ വേണ്ടിയിട്ട് ലോകത്തുള്ള കോടിക്കണക്കിന് മലയാളികളെ, എത്രയോ പല മതത്തിൽപ്പെട്ടത്, പല ജാതിയിലും മതത്തിൽപ്പെട്ട ആളുകളായാലും ശരി, എല്ലാവരും ഒരേപോലെ പ്രാർത്ഥിക്കുന്നത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്. ഇദ്ദേഹത്തിനെ കാത്ത് ഒരു അച്ഛനിരിക്കുന്നുണ്ട്, അച്ഛനെ കാത്ത് ഒരു മകനും ഇരിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ വളരെയധികം വികാരഭരിതമായി പോവും. അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം, അതായത് ലോറിയോ അദ്ദേഹത്തെ ഒന്ന് കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നല്ലപോലെ പ്രപഞ്ചത്തിനോട് നല്ലപോലെ പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു വീഡിയോ കുറച്ച് നേരം കണ്ണടച്ച് നമ്മൾ കണ്ണടയ്ക്കുകയോ അല്ലാതെയോ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാം. അതേപോലെ തന്നെ ഇയർഫോണോ അല്ലാതെയോ നമുക്ക് ഈ ഒരു ഇത് കേട്ടിട്ട് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. അർജുൻ, താങ്കൾ തീർച്ചയായിട്ടും തിരിച്ചു വരണം. അർജുൻ, താങ്കൾ തീർച്ചയായിട്ടും തിരിച്ചു വരണം എന്ന് തന്നെ നമുക്ക് മനസ്സുരുകി നമുക്ക് പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിക്കാം. ഒരു 5 മിനിറ്റ് മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. തീർച്ചയായിട്ടും നമ്മുടെ യൂണിവേഴ്സ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതായിരിക്കും. എന്നെ അത്രയധികം വേദനിപ്പിച്ച ഒരു സമയമാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മീഡിയനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞങ്ങൾ ഇത്രയും ദിവസം ഞാൻ ഒരു മീഡിയയ്ക്ക് മുന്നിൽ ഇങ്ങനെ വന്നിരുന്നിട്ടില്ല. ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒന്നും വർത്താനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് പറ്റൂല. എനിക്ക് എങ്ങനെയാലും ഞങ്ങൾക്ക് എൻ്റെ അർജുനെനിക്ക് ലാസ്റ്റ് ആയിട്ടെങ്കിലും എനിക്കൊന്ന് കാണണം. അപ്പം അതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ് ഗവൺമെന്റിനോട്. നമ്മുടെ അർജുൻ സഹോദരനെ എത്രയും പെട്ടെന്ന് കണ്ടുകിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സുരുകി പ്രാർത്ഥിക്കാവുന്നതാണ്. ഏതവസ്ഥയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് അത് സഹിക്കാനുള്ള, ക്ഷമിക്കാനുള്ളൊരു കഴിവ് നമ്മുടെ പ്രപഞ്ചശക്തി അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് കൊടുക്കുമാറാകട്ടെ. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയിലേക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഇത് എനിക്ക് അത്രയും താല്പര്യപ്പെട്ട് ഞാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനൊരു ഇതിൽ ചെയ്യണത്. മനസ്സിന് യാതൊരു സമാധാനവും ഇല്ല അദ്ദേഹത്തെ കിട്ടാതെ. എപ്പോഴും മൂഡ് ഔട്ടായിട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് ഒന്ന് കേൾപ്പിച്ച് കൊടുക്കാം.